കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നരകത്തിലാണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. അവർക്കൊന്നും ഇഹലോകത്തും സുഖമില്ല, പരലോകത്തും, കാരണം അത് ദൈവത്തിനെതിരാണ്. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവിനെ കൊണ്ട് മൊഴി ചൊല്ലിക്കും, എന്ന് വെച്ചാൽ വിവാഹമോചനം നടത്തിക്കും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അളിയൻ്റെ അനുജൻ കല്യാണം കഴിച്ചു. അപ്പോൾ അയാൾക്ക് അന്ന് വിവാഹത്തിന് മംഗളപത്രം കൊടുക്കാനൊരു ഏർപ്പാടുണ്ട്. എന്ന് വെച്ചാൽ വരൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗദ്യമായിട്ടോ പദ്യമായിട്ടോ മംഗളപത്രം കൂട്ടുകാർ അച്ചടിച്ച് കൊണ്ടുവരും. അത് ഫ്രെയിം ചെയ്ത് വായിക്കും, അത് വീട്ടിൽ തൂക്കും. എന്നിട്ട് അതിൻ്റെ കോപ്പി സദസ്സിൽ മുഴുവൻ വിതരണം ചെയ്യും. എന്നിട്ട് വധുവിൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ കൊടുക്കും, അവിടെ വിതരണം ചെയ്യും. അപ്പോൾ എൻ്റെ അളിയൻ ഹമീദ് എന്ന അളിയൻ്റെ പേര്, അളിയൻ്റെ അനുജൻ KS അഹമ്മദ് എന്ന് പറയും. പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്. പുള്ളിയുടെ മംഗളപത്രം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. അതിൽ അരിവാളും ചുറ്റികയും നക്ഷത്രമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട്, ഇയാൾ കമ്മ്യൂണിസ്റ്റാണെന്നുള്ള കാരണം കൊണ്ട് പെണ്ണിൻ്റെ ബാപ്പ പറഞ്ഞു, ഇത് നമ്മൾ നേരത്തെ അറിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് വിവാഹമോചനം നടത്തേണ്ടി വന്നു, മൊഴി ചൊല്ലേണ്ടി വന്നു.